മിമിക്രി എന്ന് പറയുമ്പോൾ മിമിക്രി എന്ന് ഞാൻ വന്ന നമ്മുടെ കലാഭവൻ നാരായണൻകുട്ടി ചേട്ടൻ്റെ ശബ്ദം ആണ് ഞാനിപ്പോൾ. ഓക്കെ, കേട്ടു നോക്കാം. ഹലോ മൈത്തശ്ശി, ഹലോ എൻ്റെ പൊണ്ണ് സാറുമാരെ, ഞാനും 17 പേരും 38 ദിവസം കൊണ്ട് ചാനലിൽ കുടുങ്ങിപ്പോയിന്. ശരിക്കും പറഞ്ഞാൽ വായിക്കാൻ ഒരു പത്രമില്ല, ഒരു മൊബൈൽ ഫോണില്ല, കശിയും കറിയും വെക്കാൻ ഞങ്ങൾക്ക് കാലമുണ്ടായി. പിന്നെ 10-35 ക്യാമറ അവിടെ ഇവിടെയൊക്കെ തൂക്കിയിരിക്കുന്നു. ശരിക്കും പറയാനില്ല, ജയിൽ പുലികൾ പോലെ. ജയിൽ പുലികൾക്ക് പിന്നെയും കോടതി പോകുമ്പോൾ ജനങ്ങളെ കാണാൻ പറ്റും, ഇത് അതുമില്ല. എൻ്റെ പൊണ്ണോ മാതയും കൊതും കെട്ടും. സൂപ്പർ, അടിപൊളി. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് ഒരു രാഷ്ട്രീയ പ്രമുഖനാണ്. KPCCയുടെ പ്രസിഡന്റൊക്കെ ആയിരുന്ന ശ്രീ MM ഹസൻ സാർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്ന നിലക്കോ KPCCയുടെ മുൻ പ്രസിഡന്റ് എന്ന നിലക്കല്ല നാം സംസാരിക്കുന്നത്. അമൃത ചാനലിൻ്റെ കോമഡി മാസ്റ്റേഴ്സ് എന്ന പരിപാടി ഞാൻ ആത്മാർത്ഥമായും കാണുന്നൊരു പരിപാടിയാണ്. ഈ പരിപാടി കണ്ടതിന് ശേഷം പൊട്ടിച്ചിരിക്കാൻ ഞാൻ പഠിച്ചു എന്നുള്ള സത്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. സൂപ്പർ. നെക്സ്റ്റ്. അടുത്തത് നമ്മുടെ ബിജുക്കുട്ടൻ. ബിജുക്കുട്ടൻ, അയ്യോ എൻ്റെ ദൈവമേ, അടിപൊളി. ഓക്കെ. മീൻചേച്ചി സൂപ്പർ ആയിരുന്നിട്ട്, എന്തൊക്കെ ഇറാണിക്കാരുണ്ട് ശരിക്കും പറയാനില്ല. സജനമോളും മീൻചേച്ചിയും ഈ പറവൂരിൻ്റെ അഭിമാനമാണ്. ഇപ്പൊ നമ്മള് മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ മിമിക്രിനെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അപ്പൊ മഞ്ജു വാര്യർ വന്ന സമയത്ത് പറവൂരിന്റെ അഭിമാനമായി ചേച്ചിയൊക്കെ വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു സുഖം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നല്ലോ. അടിച്ചു കലക്കി കിട്ടുക്കാച്ചിയായിരുന്നു കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. എൻ്റെ ദൈവമേ, സൂപ്പർ, അടിപൊളി. അപ്പം ഇനി ഏതാണ് അടുത്ത ഐറ്റം? ഞാനിപ്പോൾ മിമിക്രി രംഗത്തേക്ക് അറിയപ്പെടുന്ന രീതിയിൽ ഒരു പ്രോഗ്രാം ചെയ്തത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സഖാവ് KR ഗൗരിയമ്മയുടെ ശബ്ദം അനുകരിച്ചുകൊണ്ടാണ്. അപ്പോൾ KR ഗൗരിയമ്മ ഇപ്പോൾ ഇല്ല, അപ്പോൾ ആ ശബ്ദം ഞാനൊന്ന് അനുകരിക്കാം. ഞാൻ ഏതൊരു ഇൻ്റർവ്യൂ ചെന്നാലും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഗൗരിയമ്മക്ക് സ്വർണ്ണാഭരണങ്ങളോട് വലിയ ഭ്രമമാണോന്ന്. ഞാൻ എന്തിനാണ് പറയണം? ഞാൻ സ്വർണ്ണാഭരണങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വക്കീലിന് പഠിക്കുന്ന കാലത്ത് മുട്ടോളം വളകളും നെക്ലസും മറ്റും ഞാൻ ഇട്ടുകൊണ്ട് വരുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഒരു ആരാധകയും ഭക്തിയുമുള്ള ആളായിരുന്നു. ഇത് പറയുന്നതിൽ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല, ഒരു വിശ്വാസക്കുറവുമില്ല, ആക്ഷേപവുമില്ല. സൂപ്പർ.